പാതിരാത്രി 10:30 ആയപ്പോഴാട്ടോ ഇവിടുത്തെ അച്ഛനും മക്കൾക്കും സിനിമ കാണാൻ വേണ്ടി ഒരു ഉൾവിളി വന്നത്. ഉറക്കം തൂങ്ങിയിരുന്ന് എന്നെയും കുത്തിപ്പൊക്കി അങ്ങനെ സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഒരൊറ്റ മനുഷ്യൻ അവിടെ കാണില്ല എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ, അവിടെ പൂരത്തിന്റെ തിരക്കായിരുന്നേ. ഇനി സിനിമ ഏതാന്ന് അറിയണ്ടേ? നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂലിയായിരുന്നേ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു സിനിമ റിലീസിന്റെ അന്ന് തന്നെ പോയി കാണുന്നത്. കുറച്ച് തിരക്കുകളൊക്കെ ആയി പോയതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ലേറ്റ് ആയതേ. അങ്ങനെ പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ ബുക്ക് ചെയ്ത് ടിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്നതാ ടിക്കറ്റും കൊണ്ട് ഉള്ളിലോട്ട് കയറാൻ പോവാ. ഏകദേശം 11 മണി ആവാറായി, ഷോ തുടങ്ങാറായേ. പണ്ട് മുതലേ ഇതിങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഒരു വികാരം തന്നെയല്ലേ. രജനീകാന്ത് അഭിനയിച്ച സിനിമകളിൽ 3ാമത്തെ സിനിമയായിട്ടോ ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നത്. ആ സിനിമയൊക്കെ കാണാൻ പോയതിനേക്കാളും ബഹളവും ആൾക്കാരും ഒക്കെ കൂടുതൽ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ടായിരുന്നേ. നമ്മുടെ മലയാളികളുടെ സ്വന്തം സൗബിനും കൂടി ഉള്ളതുകൊണ്ടായിരിക്കും ഈ സിനിമ കാണാൻ ഇത്രയ്ക്ക് എല്ലാവർക്കും ആവേശം അല്ലേ. അങ്ങനെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ മാസ് എൻട്രിക്കൊക്കെ ശേഷം ഒരു ഇന്റർവെൽ വരെ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. ഉറക്കം തൂങ്ങിയിരുന്ന എന്നെയും കുത്തിപ്പോക്കി ഈ സിനിമയ്ക്ക് വരുമ്പോൾ ആ ചതി എനിക്ക് മനസ്സിലായില്ല. കാരണം പിള്ളേർ ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പറയാണ് പാട്ടൊക്കെ തീർന്നില്ല, ഇനി വീട്ടിൽ പോവാന്നുള്ളത്. അങ്ങനെ പൂരം വെടിക്കെട്ടും എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാട്ടോ നോക്കുമ്പോൾ ജിത്തു നല്ല ഉറക്കം. ഇനി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴോ പാതിരാത്രി 2:30. പിന്നെ ഉറക്കത്തിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. അപ്പൊ ഇന്ന് അത്രയുള്ളൂ ചേച്ചി, ബൈ ബൈ.